മാവാം ദൈവമേ വരണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജനുവരി 28-ാം തീയതി സഭ ഇന്ന് വിശുദ്ധ തോമസ് അക്വീനസിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. വിശുദ്ധ ബലിമധ്യേ നമ്മൾ വായിക്കുന്ന സുവിശേഷം മാർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. നമുക്ക് പരിചയമുള്ള ഒരു ദൈവവചനമാണത്. വിധക്കാരൻ്റെ ഉപമ. യേശു കടൽ തീരത്ത് വന്ന് ഇറങ്ങുമ്പോൾ സാഹചര്യങ്ങളൊന്നും യേശു നോക്കുന്നില്ല. കടൽ തീരത്ത് ഒത്തിരിയേറെ തിരക്കുകളുണ്ട്, ആളുകളുടെ ബഹളങ്ങളുണ്ട്, സാഹചര്യങ്ങൾ വലിയ അനുകൂലമൊന്നുമല്ല ഈശോയ്ക്ക്. പക്ഷെ ഈശോ ആ സ്ഥലത്ത് സുവിശേഷം പ്രസംഗിക്കുകയാണ്. വിധക്കാരൻ്റെ ഉപമ പറഞ്ഞുകൊണ്ട് യേശു പറഞ്ഞു വെക്കുന്നത് ഈ ഭൂമിയിലേക്ക് സ്വർഗത്തിൽ നിന്ന് വന്നിരിക്കുന്ന ദൈവവചനവുമായി ഈശോ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നുവെന്ന ഉപമയാണ് ഈശോ പറയുന്നത്. ഉപമയുടെ പ്രത്യേകത എന്താണ്? അതിൻ്റെ പുറംതോട് വളരെ സോഫ്റ്റാണ്, എന്നാൽ അകക്കാമ്പ് ഉള്ള ഒന്നാണത്. പുറം നമുക്ക് വിചാരിക്കും അത് വളരെ എളുപ്പമല്ലേ എന്ന്, എന്നാൽ അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ദൈവികമായ വലിയ രഹസ്യങ്ങൾ അതിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. സുവിശേഷത്തിൽ യേശു പറയുന്ന വിധക്കാരൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്ന യേശു തന്നെയാണ് എന്നും, ദൈവം വളരെയധികം ജനറസ് ആണെന്നും, ദൈവത്തിൻ്റെ വചനം അത് വളരെയധികം താല്പര്യത്തോടുകൂടെ നൽകുന്നുവെന്നും, ഈശോ ദൈവം നിലമൊന്നും നോക്കുന്നില്ല ദൈവത്തിൻ്റെ വചനം നൽകുവാൻ വേണ്ടി. അവിടുന്ന് ജനറസ് ആയിട്ട് വചനം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഈശോ പറയുന്ന വളരെ പ്രാധാന്യമുള്ള കാര്യമുണ്ട്. അന്നും ഇന്നും ഒരുവനിലേക്ക് വചനം വിതയ്ക്കപ്പെടുമ്പോൾ, വചനം പ്രസംഗിക്കപ്പെടുമ്പോൾ 4 വിധത്തിലുള്ള മനുഷ്യരെ നിങ്ങൾ കണ്ടുമുട്ടുമെന്ന്. 4 വിധത്തിലുള്ള മനോഭാവത്തിലുള്ള ജനങ്ങളെ നിങ്ങൾ കണ്ടുമുട്ടും. അതിൽ ഒന്നാമത്തെ ജനങ്ങൾ എന്ന് പറയുന്നത് അത് വഴിയാണ്. വഴിയിലും ഈ കൃഷിക്കാരൻ വചനം വിതയ്ക്കാനായിട്ട് മടി കാണിക്കുന്നില്ല. അവൻ വഴിയിലും ദൈവത്തിൻ്റെ വചനം വിതയ്ക്കുന്നു. എന്നാൽ വഴിയിൽ നിൽക്കുന്നവർ താല്പര്യമില്ലാതെ നിൽക്കുന്നവരാണ് അവർ. ഒരുപക്ഷെ ചിലരുടെയൊക്കെ ജീവിതം വഴിയിൽ നിൽക്കുന്ന മനുഷ്യർക്ക് തുല്യമായിരിക്കാം. പള്ളിയിലൊക്കെ പോകുന്നുണ്ട്, വചനമൊക്കെ കേൾക്കുന്നുണ്ട്, എങ്കിലും വലിയ താല്പര്യമൊന്നും അതിൽ കാണിക്കുന്നില്ല. ആ വചനത്തിനു വേണ്ടി വില കൊടുക്കാനൊന്നും തയ്യാറാകാതെ വഴിയിൽ നിന്നു പോകുന്ന ഒരു കൂട്ടം ആളുകൾ. അവർ എല്ലാ കാര്യങ്ങളും ചെയ്യും, പക്ഷേ വലിയ താല്പര്യത്തോടു കൂടെയല്ല അതൊന്നും സ്വീകരിക്കുന്നത്. രണ്ടാമത്തെ വിഭാഗം ആളുകൾ പാറയെ പുറത്തു വീകുന്ന വിത്തുപോലെയുള്ള മനോഭാവമുള്ള ആളുകളാണ്. അവർക്ക് കേൾക്കാൻ ഇഷ്ടമാണ്. വചനം കേൾക്കാൻ ഇഷ്ടമായിരുന്നു ഹെരോദേസിന്. യോഹന്നാൻ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം കേട്ടുകൊണ്ടിരുന്നു, എന്നാൽ അത് ആഴങ്ങളിലേക്ക് പോയില്ല. പാറയുടെ പുറത്ത് പോലെ വചനം അവരുടെ ഉള്ളിലേക്ക് പോകാൻ, വചനത്തെ പ്രതി സഹിക്കാനൊന്നും അവർ തയ്യാറല്ല. മൂന്നാമത്തെ മനോഭാവമുള്ള ആളുകൾ മുൾച്ചെടിയുടെ മനോഭാവമുള്ള ആളുകളാണ്. ഹൃദയത്തിൽ തന്നെയാണ് അവരുടെ പ്രശ്നം, അവരുടെ ഉള്ളിൽ തന്നെയാണ് പ്രശ്നം. വചനം അവരുടെ ഉള്ളിലേക്ക് കയറുന്നില്ല. ജീവിത വ്യഗ്രതകൾ കൊണ്ട് അവർ വല്ലാതെ വലയുമ്പോൾ വചനമൊന്നും ജീവിതത്തിൽ സ്വീകരിക്കാനുള്ള മനോഭാവം അവർക്ക് ഉണ്ടാകുന്നില്ല. ധനമോഹമാണ് അവരെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ വചനത്തെ ഞെരുക്കുന്ന പ്രധാന കാരണം ധനമോഹമാണ്. ദൈവത്തിൻ്റെ ഓപ്പോസിറ്റായി നിൽക്കുന്നത് സമ്പത്തല്ല, സാത്താനല്ല. പണമാണെന്നല്ലേ, സമ്പത്താണെന്നല്ലേ ദൈവത്തിൻ്റെ വചനം പറഞ്ഞു വെക്കുന്നത്. നല്ല നിലത്ത് വീഴുന്ന വിത്ത്. അവർ ത്യാഗമെടുത്ത എത്രയേറെ സഹനങ്ങൾ ഉണ്ടായാലും ആ വചനം സ്വീകരിക്കാനായിട്ട് അവർ തയ്യാറാണ്.
അതിനെ പ്രതി, വചനത്തെ പ്രതി വില കൊടുക്കാൻ തയ്യാറാകുന്ന ഒരു വിഭാഗം. ഒരു യഹൂദനെ സംബന്ധിച്ച 30 മേനി വിളവെന്നൊക്കെ പറയുന്നത് നല്ല വിളവായിരുന്നു. 30ഉം 60ഉം 100 മേനി എന്നൊക്കെ പറയുന്നത് അവന്റെ ബുദ്ധിക്ക് അതീതമായിട്ടുള്ള വലിയൊരു സമൃദ്ധി, വലിയ ഒരു വിളവ് അവന് ലഭിക്കുമെന്ന് വചനം പറയുന്നു. ഇന്നേ ദിവസം നമ്മൾ ഈ വിത്തിന്റെ ഉപമ നമ്മൾ ധ്യാനിക്കുമ്പോൾ ദൈവം വചനം നൽകുവാൻ തയ്യാറാണ്. അത് സ്വീകരിക്കുന്ന ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിന്റെ നിലമാകുന്ന നിലത്തിനനുസരിച്ച് അത് ഫലം പുറപ്പെടുവിക്കുമെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം നമ്മളിലൊക്കെ ഫലം പുറപ്പെടുവിക്കണമേ എന്ന് ഇന്നേ ദിനം ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഗോഡ് ബ്ലെസ് യു. ആമേൻ.